വാർത്തകളിലേക്ക് നമ്മൾ വിശദമായി കടക്കുകയാണ്. ലോകം ഉറ്റുനോക്കുന്നത് ഗാസ സമാധാന ചർച്ചയിലേക്കാണ്, പദ്ധതിയിലേക്കാണ് എന്നുള്ളത് നമുക്കറിയാവുന്നതാണ്. നമ്മളും ആദ്യം അവിടേക്ക് തന്നെയാണ് പോകുന്നത്. ഗാസയിൽ ഇസ്രായേൽ അതിരൂക്ഷമായ ആക്രമണം നടത്തുമ്പോഴും വെടിനിർത്തൽ ചർച്ചകൾ പുരോഗമിക്കുകയാണ്. ഈജിപ്തിൽ നടക്കുന്ന ചർച്ചയിൽ ഇസ്രായേലിന് പ്രതിനിധീകരിച്ച് ചീഫ് നെഗോഷിയേറ്റർ റോൺ ഡെർമർ പങ്കെടുക്കും. ഇതുവരെ നടന്ന കൂടിക്കാഴ്ചകളിലെല്ലാം ഹമാസിന്റെ ഭാഗത്തു നിന്നുൾപ്പെടെ അനുകൂലമായ നിലപാടാണ് ഉണ്ടായതെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞു. ബന്ദികളെ കൈമാറുന്നതിൽ ഇന്ന് തന്നെ ധാരണ കൈവരുമെന്നും ട്രംപ് പ്രതീക്ഷ പ്രകടിപ്പിച്ചു. അതേസമയം ഇസ്രായേലിന്റെ ഖത്തർ ആക്രമണത്തിന് ശേഷം ഹമാസിന്റെ ഉന്നത നേതാവ് ഖലീൽ അൽ ഹയ്യ പലസ്തീനികളെ അഭിസംബോധന ചെയ്ത് വീഡിയോ പുറത്തുവിട്ടു. اليوم ونحن نعيش في ظلال ألم وفي ظلال عزة وكرم. ألم بفقدان آلاف من أبناء شعبنا من النساء والأطفال والشيوخ والمجاهدين وأبناء شعبنا بشكل عام، وشرفنا الله عز وجل أن يكون من بينهم أبناؤنا وأحفادنا وإخواننا وأقاربنا، وكل أبناء شعبنا هم بمثابة الأبناء والإخوة والأحفاد والأقارب. فنحن ننتمي لهذه الأسرة الكبيرة، أسرة الشعب الفلسطيني، وخاصة أبناء غزة الذين ينوبون اليوم عن الأمة بجهادهم وصبرهم وتضحياتهم التي قل وعز نظيرها على مدار التاريخ. وفي قضيتنا الفلسطينية على مدار 100 عام اليوم غزة تنوب عن الأمة بما تقدم وتجود بنفسها وخير ما تجود بنفسها. فنسأل الله عز وجل أن ينزل الصبر والسلوان والسكينة على أبناء شعبنا وأن يكبت عدونا وأن يرد كيده إلى نحره بإذن الله سبحانه. അഭിലാഷ് രാധാകൃഷ്ണൻ ന്യൂസ് ഡെസ്കിൽ നിന്ന് കൂടുതൽ വിവരങ്ങളുമായി നമുക്കൊപ്പം ചേരുകയാണ്. അഭിലാഷ്, ഗുഡ് മോർണിംഗ്. വലിയ പ്രതീക്ഷയാണ്. കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം നമ്മൾ സംസാരിച്ചതുപോലെ തന്നെ വലിയ പ്രതീക്ഷയുണ്ട്. സമാധാനം ആഗ്രഹിക്കുന്ന ലോകത്തിന്റെ എല്ലാ കോണിലുള്ള മനുഷ്യർക്കും ഈ ഗാസ സമാധാന പദ്ധതിയെക്കുറിച്ച്, ഇപ്പോൾ കെയ്റോയിൽ നടക്കുന്ന ചർച്ചയെക്കുറിച്ച്. ഈ ചർച്ചയുടെ തുടക്കഘട്ടങ്ങളൊക്കെ പരിശോധിക്കുമ്പോൾ ഇതുവരെ ഹമാസ് ഉൾപ്പെടെ എല്ലാവരും ഈ സമാധാനം പുനഃസ്ഥാപിക്കാനുള്ള നടപടിയുമായി ബന്ധപ്പെട്ട അനുകൂല നിലപാടുകൾ മാത്രമാണ് സ്വീകരിച്ചത് എന്ന് ട്രംപ് തന്നെ പരസ്യമായി പറയുന്ന ഒരു സാഹചര്യം, അത് വലിയ പ്രതീക്ഷയല്ലേ അഭിലാഷ് നൽകുന്നത്? ആര്യ, ഗുഡ് മോർണിംഗ്. ആര്യ പറഞ്ഞതുപോലെ വലിയ പ്രതീക്ഷ നൽകുന്ന വാർത്തകളാണ് പുറത്തു വരുന്നതെങ്കിലും ഇപ്പോഴും ഗാസയിൽ ഇസ്രായേലിൻ്റെ ഭാഗത്തു നിന്നുള്ള ആക്രമണങ്ങൾക്ക് ഒരു ശമനവുമില്ല എന്നുള്ളതാണ് ഒരു ശ്രദ്ധേയമായ കാര്യം. അവിടെ ഇപ്പോഴും ബോംബിംഗ് നടക്കുന്നുണ്ട്. എത്രയും വേഗം തന്നെ ഒരു വെടിനിർത്തലിലേക്ക് പോകുമെന്നൊരു ഘട്ടത്തിൽ ഇസ്രായേൽ അതിൻ്റെ പരമാവധി നാശനഷ്ടം ഗാസയിൽ ഉണ്ടാക്കുക എന്നുള്ള ലക്ഷ്യത്തോടെയാണ് അവിടെ പ്രവർത്തിച്ചു വരുന്നത്. എന്നാൽ അതേസമയം തന്നെ ഈജിപ്തിൽ വലിയ രീതിയിലുള്ള ചർച്ചകൾ നടക്കുകയാണ്. ആ ചർച്ചകളിൽ വളരെ പോസിറ്റീവായിട്ടുള്ള അനുകൂലമായ കാര്യങ്ങളാണ് മുന്നോട്ട് വരുന്നത്, പുറത്തേക്ക് വരുന്നത്. അതിൽ ഡൊണാൾഡ് ട്രംപാണ് അതിൻ്റെ അപ്ഡേറ്റ്സ് ലോകത്തെ അറിയിക്കുന്നതുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. അതിൽ ഹമാസ് അടക്കം അനുകൂലമായ നിലപാടുകളാണ് ചർച്ചയിൽ മുന്നോട്ട് വയ്ക്കുന്നത് എന്നുള്ളതാണ് ശ്രദ്ധേയമായ കാര്യം. അത് ഗാസയുടെ സമാധാനത്തിലേക്ക് വഴിവെക്കും എന്ന് തന്നെയാണ് എല്ലാവരും പ്രതീക്ഷിക്കുന്നത്. ഇന്നലെ അമേരിക്കൻ പ്രതിനിധികളും അതുപോലെ ഹമാസിൻ്റെ ഖലീൽ അൽ ഹയ്യ അടക്കമുള്ള പ്രതിനിധികളും ഈജിപ്തിൽ ചർച്ച നടത്തിയിരുന്നു. അതിൽ ഈജിപ്ഷ്യൻ മധ്യസ്ഥരുമുണ്ടായിരുന്നു. ഇന്നിപ്പോൾ ഇസ്രായേലിൻ്റെ ചീഫ് നെഗോഷിയേറ്റർ റോൺ ഡെർമർ ഈജിപ്തിലെത്തും. അതിനുശേഷമായിരിക്കും ഇന്ന് ഇവരെല്ലാവരും കൂടി ചേർന്ന് 3 രാജ്യങ്ങളും ഹമാസും ചേർന്ന് ചർച്ച നടത്തുക. ഈ ചർച്ചയിൽ ബന്ദികളെ കൈമാറുന്നതിനെ പറ്റിയായിരിക്കും ഏറ്റവും പ്രധാനമായും കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യുന്നത്. അതിൽ എവിടെ വെച്ച് ബന്ദികളെ കൈമാറണം, എങ്ങനെ കൈമാറണം, ബന്ദികളെ കൈമാറുന്നതിൻ്റെ പ്രോട്ടോക്കോൾ എങ്ങനെയാണ് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളെല്ലാം ചർച്ചയാകും. അതിൽ ഹമാസിൻ്റെ ആശങ്കകൾ മുന്നോട്ട് വയ്ക്കും. കാരണം ബന്ദികളെ കൈമാറിയാൽ പിന്നെ ഹമാസിൻ്റെ കയ്യിൽ നെഗോഷിയേറ്റ് ചെയ്യാൻ വേറെ വസ്തുക്കളൊന്നുമില്ല. അപ്പോൾ ബന്ദികളെ കൈമാറിയതിനു ശേഷം ഇസ്രായേലും അമേരിക്കയും കാലുമാറുമോ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളിൽ ഹമാസ് ആശങ്ക പ്രകടിപ്പിച്ചിട്ടുണ്ട്. അക്കാര്യങ്ങൾ ഈജിപ്റ്റാണ് ഉറപ്പുവരുത്തേണ്ടത്. ഈജിപ്തും ഖത്തറും അടക്കമുള്ള അറബ് രാജ്യങ്ങൾ ഉറപ്പിന്മേലാണ് ഇപ്പോൾ ഹമാസ് ഇത്തരത്തിൽ ഒരു വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറായിരിക്കുന്നത്. എന്തായാലും 2000-ഓളം പലസ്തീനികളും ഇസ്രായേലിൽ ബന്ദികളായിട്ടുണ്ട്. അവരെ വിട്ടു നൽകുന്നതും ചർച്ചയിൽ പരിഗണനയിലുണ്ട്. ഇതിനിടയ്ക്ക് CNN ഒരു റിപ്പോർട്ട്
റിപ്പോർട്ടർ ഡൊണാൾഡ് ട്രംപിന് ടെക്സ്റ്റ് മെസ്സേജ് അയച്ച് ഒരു കാര്യം ചോദിച്ചിരുന്നു. അതായത് ഹമാസ് ഇപ്പോൾ എടുത്തിരിക്കുന്ന നിലപാടിൽ നിന്ന് കാലുമാറിയാൽ എന്തായിരിക്കും അമേരിക്കയുടെ പ്രതികരണം എന്ന് ചോദിച്ചിരുന്നു. അപ്പോൾ അതായത് ഗാസയുടെ ഗവർണൻസിൽ നിന്ന് മാറി നിൽക്കാൻ ഹമാസ് ഒരുക്കമല്ലെങ്കിൽ എന്താണ് അമേരിക്കയുടെ ഭാഗത്തു നിന്നുണ്ടാകുന്ന നടപടി എന്ന് ചോദിച്ചപ്പോൾ അത് ഹമാസിനെ ഒരു തരത്തിലും ഇനി വച്ചേക്കില്ല എന്നുള്ള തരത്തിൽ, ഹമാസിനെ നശിപ്പിക്കുമെന്നുള്ള തരത്തിലുള്ള ഒരു മറുപടിയാണ് കൊടുത്തത്. പക്ഷേ അത് കാലമാണ് കാണിക്കേണ്ടത് എന്താണ് സംഭവിക്കാൻ പോകുന്നത് എന്നുള്ളത് കൂടി മറുപടി ഡൊണാൾഡ് ട്രംപ് പറഞ്ഞിട്ടുണ്ട്. എന്തായാലും നിലവിലെ ചർച്ചകൾ വളരെ നമുക്ക് ശുഭാപ്തി വിശ്വാസം നൽകുന്ന കാര്യങ്ങളാണ് നടക്കുന്നത്. അതെ, നിലവിലെ ചർച്ചകൾ വളരെ പോസിറ്റീവായിട്ടാണ് മുന്നോട്ട് പോകുന്നത്. അഭിലാഷ് തന്നെ തുടക്കത്തിൽ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ ചർച്ചകൾ നടക്കുന്നതിനിടയിലും ട്രംപ് തന്നെ പരസ്യമായ നിർദ്ദേശം ഇസ്രായേലിന് നൽകിയതിനു ശേഷവും വീണ്ടും ഈ ആക്രമണം കടുപ്പിക്കുകയും അത് തുടരുകയും ചെയ്യുക തന്നെയാണ് ഇസ്രായേൽ. മനുഷ്യക്കുരുതി തുടരുന്നു. കഴിഞ്ഞ ദിവസം, അതായത് ഈ 24 മണിക്കൂറിനിടയിൽ മാത്രം നടത്തിയ ആക്രമണം പരിശോധിച്ചാൽ തന്നെ 20-ലധികം ആളുകൾ മരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. 70-ലധികം ആളുകൾ മരിക്കുന്ന സാഹചര്യത്തെക്കുറിച്ച് നമ്മൾ കഴിഞ്ഞ ദിവസം സംസാരിച്ചിരുന്നു. അത്തരത്തിൽ വലിയൊരു കൂട്ടക്കുരുതി അത് തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്. ഒരുപക്ഷെ ഈ ചർച്ചയിൽ ഇസ്രായേലിന്റെ ഈ നടപടിയെയും ചർച്ചാ വിധേയമാക്കിയേക്കാം അല്ലേ ആര്യ? അതായത് ഈ ആക്രമണത്തിൽ ഈ കഴിഞ്ഞ 2 വർഷമായി നടക്കുന്ന, നാളെ ഇസ്രായേലും ഹമാസും തമ്മിൽ യുദ്ധം തുടങ്ങിയിട്ട് 2 വർഷം തികയാണ്. ഈ 2 വർഷത്തിനിടയ്ക്ക് 67,000-ഓളം ആളുകളാണ് ഇതുവരെ കൊല്ലപ്പെട്ടത്. അതിൽ നിരവധി കുട്ടികൾ പട്ടിണി കിടന്ന് മരിച്ചു എന്നുള്ളതും പ്രധാനപ്പെട്ട കാര്യമാണ്. ഇതിൽ ഈ 66,000-ലധികം ആളുകൾ കൊല്ലപ്പെട്ടതിൽ ഇനിയും ഇതിൻ്റെ ഇരട്ടിയോളം ആളുകൾ ഇപ്പോഴും അവരുടെ മൃതദേഹം വീണ്ടെടുക്കാനാവാതെ കെട്ടിടാവശിഷ്ടങ്ങൾക്കടിയിൽ കിടക്കുന്നുണ്ട് എന്നുള്ളതാണ് മറ്റൊരു കാര്യം. അപ്പോൾ ഈ ആക്രമണങ്ങളൊന്നും ഇതിൻ്റെ ഇടയ്ക്ക് പല തവണ സീസ് ഫയറുകൾ പ്രഖ്യാപിച്ചു. ഡൊണാൾഡ് ട്രംപ് നേരിട്ട് ഇടപെട്ട് ഇനി വെടിനിർത്തൽ ഉണ്ടാവണം, ഇനി ഒരിക്കലും വെടിവെക്കരുത് എന്നൊക്കെ പല തവണ അന്ത്യശാസനം പോലെയൊക്കെ ഇസ്രായേലിനോട് പറഞ്ഞിട്ടും ഇപ്പോഴും ആ വെടിനിർത്തലും വെടിവെപ്പും യുദ്ധവുമൊക്കെ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. അതിനിടയിൽ ഒരു ദിവസം ഇതിനു മുമ്പ് പറഞ്ഞതുപോലെ ഒരു കാര്യമായിട്ട് മാത്രമേ ഇപ്പോഴും നെതന്യാഹു അത് കാണുന്നുള്ളൂ. കാരണം നേരത്തെ വെടിനിർത്താൻ പറഞ്ഞിട്ടും വെടിനിർത്തിയില്ല. അപ്പോഴും പ്രത്യേകിച്ച് നടപടികളൊന്നും ഉണ്ടായില്ല ഇസ്രായേലിനെതിരെ. ഇപ്പോഴും ആ ഒരു ലാഘവത്തോടെ മാത്രമേ ബെഞ്ചമിൻ നെതന്യാഹു അമേരിക്കയുടെ ആഹ്വാനത്തെ കാണുന്നുള്ളൂ. എന്തായാലും വെടിനിർത്തൽ എത്രയും വേഗം ഉണ്ടാവും എന്നുള്ള കാര്യത്തിൽ, അല്ലെങ്കിൽ എത്രയും വേഗം പ്രഖ്യാപിക്കേണ്ടി വരുമെന്നുള്ള കാര്യത്തിൽ ഇസ്രായേലിന് വലിയ സംശയമൊന്നുമില്ല. ഈ ഒരു സാഹചര്യത്തിലാണ് കഴിയുന്നത്ര നാശനഷ്ടം, എത്ര ആളുകളെ അവിടെ നശിപ്പിക്കാൻ കഴിയുമോ ആ വംശഹത്യയിൽ, ഇസ്രായേൽ ഗാസിൽ നിർത്തുന്ന വംശഹത്യയിൽ എത്രത്തോളം തങ്ങൾക്ക് കൂടുതൽ അവിടെ കാര്യങ്ങൾ നശിപ്പിക്കാൻ കഴിയുമോ അത്രത്തോളം കാര്യങ്ങൾ നശിപ്പിച്ചതിന് ശേഷം മാത്രം വെടിനിർത്തലേക്ക് കടക്കാം എന്നുള്ളതാണ് ബെഞ്ചമിൻ നെതന്യാഹുവിൻ്റെ ഒരു കാഴ്ചപ്പാട്. കഴിഞ്ഞ ദിവസം ഈ ആദ്യ ഘട്ടം എന്ന് പറയുന്നത്, ഈ സമാധാന കരാറുമായി ബന്ധപ്പെട്ട ആദ്യ ഘട്ടം എന്ന് പറയുന്നത് ബന്ദികളെ കൈമാറുന്നതാണ്. അപ്പോൾ ഈ ബന്ദികളെ പരസ്പരം കൈമാറിയാലുടൻ തന്നെ ഗാസയിലുള്ള ഇസ്രായേൽ സൈന്യം കുറച്ച് പിറകോട്ട് പോകേണ്ടി വരും. ഇപ്പോൾ അവർ എത്രയാണോ അകത്തോട്ട് കയറിയിരിക്കുന്നത് അതിൽ നിന്ന് ഒരു കുറച്ച് ഭാഗം പുറത്തേക്ക് ഇറങ്ങേണ്ടി വരും ഗാസയിലേക്ക്. അപ്പോൾ പിന്നെ രണ്ടാമത്തെ ഘട്ടം എന്ന് പറയുന്നത് ഹമാസിൻ്റെ നിരായുധീകരണമാണ്. ഹമാസ് നിരായുധീകരണം സമ്മതിച്ചാൽ